ഇനി തൃശ്ശൂരിലേക്കാണ് പോകുന്നത്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ പോരാട്ടം കനക്കുമെന്നുള്ള സൂചനകൾ. കുന്നംകുളത്ത് AC മൊയ്തീനു പകരം A വിജയരാഘവനെ കളത്തിലിറക്കാനാണ് CPM ആലോചന. മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി C രവീന്ദ്രനാഥിനെ മണലൂർ മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നതും പരിഗണനയിലുണ്ട്. തൃശ്ശൂരിൽ BJPക്ക് വേണ്ടി MT രമേശ് മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടി തീരുമാനം എന്തായാലും അംഗീകരിക്കുമെന്നാണ് തൃശൂർ MLA P ബാലചന്ദ്രൻ റിപ്പോർട്ടറിനോട് പറഞ്ഞത്. ആദ്യം ആ പ്രതികരണം കാണാം. ബാലേന്ദ്രൻ തന്നെ വീണ്ടും മത്സരിക്കാൻ ഒരുങ്ങുകയാണ്. പാർട്ടി പറയുന്നതനുസരിക്കും. പാർട്ടി മാറാൻ പറഞ്ഞാൽ മാറും, മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു സൂചനകൾ നൽകിയിട്ടുണ്ടോ പാർട്ടി? ഇല്ല. ഞങ്ങളുടെ പാർട്ടി അത് തീരുമാനിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ഉണ്ട്. സെക്രട്ടേറിയറ്റും എക്സിക്യൂട്ടീവും സ്റ്റേറ്റ് കൗൺസിലൊക്കെ ചേർന്ന് ആലോചിക്കും. പാർട്ടി അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ടോ? ഒന്നും നിർദ്ദേശം വെച്ചിട്ടില്ല. ജേസൺ വിവരങ്ങളുമായി. ജേസൺ, ഇപ്പോൾ AC മൊയ്തീനു പകരം കുന്നംകുളത്ത് A വിജയരാഘവൻ എന്നുള്ള പേര് ഉറച്ചു കേൾക്കുന്നുണ്ടോ? അതോടൊപ്പം തന്നെ C രവീന്ദ്രനാഥിനെ മണലൂർ മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നതും സ്ഥിരീകരിക്കാനാവുന്നുണ്ടോ? ഇവരുടെ പ്രതികരണം നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? MT രമേശ് തൃശ്ശൂരിലേക്ക് എത്തുന്നു എന്നുള്ള സൂചനകളും. സ്മൃതി, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 12 സീറ്റ് എന്ന ഏറ്റവും ശക്തമായ നിലയിലായിരുന്നു LDF. എന്നാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അത്തരത്തിലൊരു സാധ്യത ഉണ്ടാകുമോ എന്നൊരു ആശങ്ക പൊതുവെ LDF സംവിധാനത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തുക. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വലിയ വിജയം നേടിയ സ്ഥാനാർത്ഥികളെ കൂടി തിരിച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യം CPMന് പൊതുവെയുണ്ട്. അതിന്റെ പ്രതിഫലനമാണ് തൃശ്ശൂരിൽ ഉണ്ടാകാൻ പോകുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രധാനമായും കുന്നംകുളം, മണലൂർ മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ സീറ്റുകൾ ഒഴി വരിക. AC മൊയ്തീൻ ഇത്തവണ മാറും. അതിന് പകരമായി പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനെയാണ് ഇപ്പോൾ പ്രാഥമികമായി പരിഗണിക്കുന്നത്. പക്ഷേ സാങ്കേതികമായ ചില വിഷയങ്ങൾ CPMന്റെ നേതാക്കൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതൊന്ന്, R ബിന്ദു ഇരിഞ്ഞാലക്കുടയിൽ മത്സരിക്കുമ്പോൾ ഭർത്താവായ A വിജയരാഘവൻ കുന്നംകുളത്ത് മത്സരിക്കുന്നതിലെ ചില സാങ്കേതികമായ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ പോലും പോളിറ്റ് ബ്യൂറോ അംഗം എന്ന നിലയിൽ 2 പേർക്കും 2 സ്ഥാനം പാർട്ടിക്കകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരമൊരു മത്സരത്തിന് തടസ്സമില്ല എന്ന് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുന്നംകുളത്ത് A വിജയരാഘവൻ പ്രഥമ പരിഗണനയിലുള്ളത്. അതോടൊപ്പം തന്നെ മണലൂർ മണ്ഡലമാണ് അടുത്തൊഴി വരുന്നത്. മുരളി പെരുന്നെല്ലി ഒഴിയാനുള്ള സാധ്യതയാണ് കാണുന്നത്. മുരളി പെരുന്നെല്ലി ഒഴിയുന്ന സ്ഥാനത്താണ് മുൻ മന്ത്രിയായ C രവീന്ദ്രനാഥിനെ ആ മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്നത്. അതോടൊപ്പം തന്നെ തൃശ്ശൂർ വെച്ച് മാറിയാൽ തൃശ്ശൂരിലും പരിഗണിക്കുന്നുണ്ട് C രവീന്ദ്രനാഥൻ. ഇത്തരത്തിൽ വലിയ മുന്നേറ്റം നടത്താൻ വേണ്ട എല്ലാ ചേരുവകളും ഇത്തവണ CPM പരീക്ഷിക്കുകയാണ്, LDF പരീക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കോർപ്പറേഷന്റെ ചുമതലയുണ്ടായിരുന്ന MT രമേശിന്റെ ആണ് പ്രഥമ പരിഗണന എന്നാണ് നാം മനസ്സിലാക്കുന്നത്. മറ്റ് സ്ഥാനാർത്ഥികൾ വലിയ തള്ളിക്കയറ്റം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ആ തള്ളിക്കയറ്റം മാറി ഇപ്പോൾ MT രമേശിനെ പരിഗണിക്കാനായിട്ടുള്ള പ്രഥമ പരിഗണന എന്ന നിലയിലേക്ക് മാറുന്നു. അതോടൊപ്പം തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ വിജയിച്ച P ബാലചന്ദ്രനുമായി ബന്ധപ്പെട്ടാണ് P ബാലചന്ദ്രനെ ഈ മാറ്റുമെന്ന ഒരു അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ പുതിയ സ്ഥാനാർത്ഥിയെ തേടുമെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ബാലചന്ദ്രൻ പ്രതികരണവുമായി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പാർട്ടി ആവശ്യപ്പെട്ടാൽ താൻ മത്സരിക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് ഹോദ ചൂടുപിടിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥികൾ വലിയ നിരയായ സ്ഥാനാർത്ഥികൾ എത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. സ്മൃതി. ശരി, ജേസൺ ചാവളപ്പുഴയാണ് തൃശ്ശൂരിലെ സാധ്യതകൾ വിശദമാക്കിയത്.